ഗൈസ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ സ്നേഹനിധികളായ ദമ്പതികൾ അടിച്ചു പിരിഞ്ഞ കാര്യം? നമുക്കൊക്കെ ഹസ്ബൻഡിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ വൈഫിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന രണ്ട് ദമ്പതികൾ, സ്നേഹനിധികളായ രണ്ട് ദമ്പതികൾ അടിച്ചു പിരിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് അറിയാം. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഈ എല്ലാത്തിലും വരുന്ന ഈ സ്നേഹം അഭിനയിച്ച് വരുന്ന ടീംസിൻ്റെ വീട്ടിലുള്ള സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഈ ഒരു സംഗതിമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കട്ടോ. അപ്പം നമ്മളൊക്കെ പറയും, ഓരോരുത്തരുടെ ഭാര്യനോട് ബിഹേവ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ പറയും, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടെ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ ചോദിക്കലുണ്ട്. കാരണം ഓരോക്കെ എന്തോ ഒരു സ്നേഹമാണെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ സ്നേഹം. എന്തൊക്കെയേനും ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവളാവണം ഭാര്യ. ഭാര്യയുടെ ഓരോ വാക്കും ക്ഷമയോടെ കേട്ടിരിക്കേണ്ട ആളാണ് ഭർത്താവ്. ഇതൊന്ന് കേട്ട് നോക്കണം കേട്ടോ. നിങ്ങൾ വിഷമം തോന്നരുത് കേട്ടോ. അതെ, വിഷമം തോന്നരുത് കേട്ടോ. ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഭാര്യമാരുള്ള വീട്ടിൽ മക്കൾ സൽസ്വഭാവികളായിരിക്കും. ഇപ്പോൾ അവരുടെ വീട്ടിലെ മക്കൾ സൽസ്വഭാവികളാണോ എന്തോ. കുടുംബജീവിതത്തിൻ്റെ ശ്വാസമെന്നത് പരസ്പരം മറകളും കള്ളത്തരങ്ങളുമില്ലാതെ മനസ്സ് തുറന്നുള്ള സംസാരമാണ്. എല്ലാ കുടുംബങ്ങളിലും വഴക്കും തർക്കവും ഉണ്ടാവും, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ദേഷ്യത്തിലവരെ ചീത്ത വിളിക്കുകയോ തല്ലുകയോ അരുത്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ക്ഷമയോടെ കേട്ടിരിക്കുക എന്നത് പങ്കാളിയോട് കാണിക്കുന്ന ബഹുമാനമാണ്. എന്തൊക്കെയായിരുന്നു ഭാര്യ എങ്ങനെ ഇരിക്കണം ഭർത്താവിനോട്, ഭർത്താവ് എങ്ങനെ ഇരിക്കണം ഭാര്യയോട്, എങ്ങനെ പെരുമാറണം ഭാര്യയോട്, ഭർത്താവ് എങ്ങനെ ഭാര്യയോട് പെരുമാറണം, ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം ഭർത്താവിന്. അയ്യോ, ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. സ്വഭാവമൊന്നും പറയുന്ന വേറെ ഒന്നായിരിക്കും. പുറമേക്ക് നല്ല വെള്ള ചമഞ്ഞിട്ട് ഉള്ളിൽ മഹാവൃത്തികെട്ടത് എല്ലാവരതും. ഇനി വെറുതെ നല്ല ഏതൊരു വ്യക്തിൻ്റെതും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാം. കാരണം ഒരാളെ സ്വഭാവം പുറത്ത് വല്ലാണ്ട് കാണിക്കൂല, നല്ല വെള്ള ചമയാനേ ശ്രമിക്കൂ. അപ്പം ഏതായാലും ഇപ്പോൾ ആ സ്നേഹനിധികളായ ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് പിരിഞ്ഞു എന്നാണ് കേട്ടത്. തമ്മിലടിക്കുന്നതും ഒരു തെറ്റല്ല, അതും ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ മറ്റൊരു വശമാണ്. ഓക്കേ.